നിങ്ങളുടെ ലൈഫിൽ ഗോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പലർക്കും കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടാവും. പക്ഷേ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള ഗോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പലർക്കും കൃത്യമായിട്ടൊരു മറുപടി ഉണ്ടാവില്ല. ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഹായ്, ഐ എം വിശാഖ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രസീവായിട്ട് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എങ്ങനെ അഗ്രസീവായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ നമ്മളുടെ ഗോൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റിനെ ഒരു ഫ്യൂച്ചർ ഹോം എന്ന ഗോളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വെക്കണം. അതിനുവേണ്ടി മന്ത്ലി ഇൻകത്തിൽ നിന്ന് 25,000 രൂപ വീതം മാസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണിത്. 10 വർഷത്തേക്കാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചൊരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ ആ പോർട്ട്ഫോളിയോ കാണിച്ചു തരാം. ഈ ഒരു പോർട്ട്ഫോളിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഗോളിനനുസരിച്ചാണ് ഈ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു പോർട്ട്ഫോളിയോ കണ്ടതുപോലെ 5 ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഈ ഫണ്ടുകൾ തിരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 5 ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടാണ് നമ്മളിതിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു 5 ടൈപ്പ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളുടെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ സേഫ്റ്റിക്കും അതുപോലെ തന്നെ കോർ പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഫണ്ട് ചൂസ് ചെയ്യുന്നത്. സോ എപ്പോഴും ഈ ഒരു സ്റ്റെബിലിറ്റിക്കും ഗ്രോത്തിനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആദ്യത്തെ ഫണ്ട് ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഫണ്ട് ഏതാണെന്ന് നോക്കിയാൽ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഫണ്ടിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ലാർജും മിഡും സ്മോളും എല്ലാ കമ്പനികളിലേക്കും അലോക്കേഷൻ വരുന്ന ഫ്ലെക്സി ക്യാപ് കാറ്റഗറി ഫണ്ടാണ്. സോ ഈ ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 32% ആണ്. അതായത് 32% എമൗണ്ട് ആണ് നമ്മൾ ഈ ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഫണ്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിൽ ഒന്നായിട്ടുള്ള പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. സോ ഫസ്റ്റ് 32% എമൗണ്ട് നമ്മുടെ ഫ്ലെക്സി ക്യാപ്പിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഏകദേശം 8,000 റുപ്പീസാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ രണ്ടാമതായിട്ട് കൺസിഡർ ചെയ്ത കാര്യം എന്താ, നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടണം, നല്ല റിട്ടേൺസ് വേണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോത്തും കിട്ടണം. സോ ഈ ഒരു ഗ്രോത്ത് കിട്ടുന്ന കാറ്റഗറി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു മിഡ് ക്യാപ് കാറ്റഗറിയാണ് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മിഡ് ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫണ്ട് നോക്കുകയാണെങ്കിൽ മോത്തിലാൽ ഓസ്വാളിൻ്റെ മിഡ് ക്യാപ് ഫണ്ടാണ്. ഏകദേശം 24% ആണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം 6,000 രൂപ അടുത്താണ് ഈ ഒരു ഫണ്ടിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഹൈ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. ഈ ഒരു സ്മോൾ ക്യാപ് കാറ്റഗറിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ക്യാപ് ഫണ്ടാണ്. ഏകദേശം 5,000 രൂപ വെച്ചാണ് നമ്മൾ ഈ ഒരു ഫണ്ടിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ലാർജും മിഡും സ്മോളും വരുന്ന എല്ലാ കാറ്റഗറി ഫണ്ടുകളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട ഒരു ബ്രോഡർ തീം. ഈ ഒരു ബ്രോഡായിട്ടുള്ള തീമിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ തീമാറ്റിക് ഫണ്ടുകളാണ് നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തീമാറ്റിക് എക്സ്പോഷർ നമ്മൾ കൊടുത്തിരിക്കുന്നത് ICICI Prudentialലെ ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകളിലേക്കാണ്. സോ ഇനി നമുക്ക് അഞ്ചാമതായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മൾ ഇക്വിറ്റിയിൽ നല്ല രീതിയിൽ അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മാർക്കറ്റ് കറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇൻഫ്ലേഷനെ ഹെഡ്ജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ പ്രഷ്യസ് മെറ്റലിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ബാലൻസ് വരുന്ന 12%, അതായത് അവസാനത്തെ 3,000 രൂപ നമ്മൾ ഈ ഒരു പ്രഷ്യസ് മെറ്റലിലേക്കാണ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഫണ്ടിന് നോക്കുകയാണെങ്കിൽ HDFC ഗോൾഡ് ETF FOI ഫണ്ടാണ്. ഇവിടെ നമ്മൾ വളരെ കൺസർവേറ്റീവായിട്ട് അപ്രോച്ച് എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ അഗ്രസീവായിട്ട് പോർട്ട്ഫോളിയോ ആണ് ബിൽഡ് ചെയ്യുന്നത്. സോ ഏത് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്താലും അതിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. സോ ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ FOI ഫണ്ടുകൾ എടുത്തിരിക്കുന്നത്. ETF ആയതുകൊണ്ട് തന്നെ വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റഡി റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ETF-നെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ അലോക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ബ്രോഡായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ്ലി തന്നെ നമുക്കിതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തതിൻ്റെ മെയിൻ സ്ട്രെങ്ത്ത് കാര്യങ്ങളാണ്. ഇതിൽ എന്തൊക്കെ സ്ട്രെങ്ത് ആണ് ഈ ഒരു പോർട്ട്ഫോളിയോക്കുള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് അപ്രോച്ചാണ് നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിലെ ഫണ്ടുകൾ നോക്കുകയാണെങ്കിൽ ഗ്രോത്തും ഉണ്ടാവും, പ്ലസ് ബാലൻസ്ഡ് ആയിട്ടുള്ള അലോക്കേഷനാണ് ഓരോ കാറ്റഗറിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ നോർമൽ ഫണ്ടുകളല്ലാതെ ഒരു തീമാറ്റിക് എക്സ്പോഷർ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തീമാറ്റിക് എക്സ്പോഷർ നമ്മൾ കൊടുക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ കണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫണ്ട് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ തീമാറ്റിക് ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടൊരു എക്സിറ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ഒരു ഫണ്ടുകളിൽ അലോക്കേറ്റ് ചെയ്യാൻ. ബിക്കോസ് തീമാറ്റിക് ഫണ്ടുകൾ എപ്പോഴും നല്ല രീതിയിലായിരിക്കില്ല പെർഫോം ചെയ്യുന്നത്. നല്ല രീതിയിൽ ഡ്രോ ഡൗൺസ് വരുന്ന സമയത്തൊക്കെ ഫണ്ടിൻ്റെ വാല്യൂസിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകുന്ന ചാൻസസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് എക്സിറ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഏത് തീമാറ്റിക് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു 10 ഇയർ ഹൊറൈസൺ നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള 10 ഇയർ ഹൊറൈസണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് പോർട്ട്ഫോളിയോ ആണ് നമ്മൾ ഇവിടെ തിരിക്കുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ഫണ്ടുകളും നോക്കുന്ന പോലെ തന്നെ എപ്പോഴും നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനും നമ്മുടെ മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊട്ടക്ഷനൊക്കെ ആയിട്ടും ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അലോക്കേഷൻസ് കൂടുതലും മെറ്റൽസിലേക്കോ അല്ലെങ്കിൽ അടുത്ത അത്തർ കാറ്റഗറിയിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗോൾഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽ ഫണ്ടുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ അതും നമുക്കൊരു ഫോർത്ത് പോയിന്റ് ആയിട്ട് നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടുകളിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോർട്ട്ഫോളിയോയും ബിൽഡ് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന ഒരേ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഫണ്ടുകളിൽ ഒരിക്കലും ഓവർലാപ്പിങ് നമ്മൾ കൂടുതൽ വരാനായിട്ട് പാടില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 ഫണ്ടുകളുണ്ടാവും. 2 ഫണ്ടുകളിലും ഓൾമോസ്റ്റ് ഒരേ കമ്പനിയുടെ സ്റ്റോക്കുകളായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. സോ അതാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നതും ഈ ഒരു ഒറ്റ കാര്യമാണ്, ഓവർലാപ്പിംഗ് കഴിവതും നമ്മൾ ഒഴിവാക്കുക. സോ ഈ പറഞ്ഞ 5 പ്രധാന പോയിന്റുകളാണ് നമ്മളുടെ സ്ട്രെങ്ത് ആയിട്ട് ഈ ഒരു പോർട്ട്ഫോളിയോയ്ക്കുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്ഷനിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളുടെ ഫണ്ടിൻ്റെ വാല്യൂ താഴെ പോകുന്ന സമയത്തോ പല ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഒരു തെറ്റായ പ്രവണത. കാരണം മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കറക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൗണിലേക്ക് പോകുന്ന സമയത്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നല്ലൊരു ടൈം. ബിക്കോസ് നല്ല കമ്പനിയുടെ സ്റ്റോക്കുകളൊക്കെ നല്ല ഫെയർ വാല്യൂവിൽ മേടിക്കാനായിട്ട് കിട്ടും. സോ ഫണ്ട് മാനേജേഴ്സ് അതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിഡ്രോ ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് അവിടെ സ്റ്റോപ്പ് ആയി പോകും. സോ അങ്ങനെയുള്ള മാർക്കറ്റ് ഡ്രോ ഡൗൺസിലൊക്കെ കഴിവതും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഒരിക്കലും മാർക്കറ്റിൽ നമ്മൾ വിട്ട് നിൽക്കാതിരിക്കുക. സോ നമ്മൾ കൂടുതലായിട്ട് കാണുന്നൊരു മിസ്റ്റേക്കാണ് അത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളാണെങ്കിൽ കഴിവതും ഒഴിവാക്കുക. ഇനി ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കറക്ഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സോ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഗോളുകളിലേക്ക് എത്തിപ്പെടാനായിട്ട് നല്ലൊരു കോർപ്പസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണ്, ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങളുടെ ടൈം ഹൊറൈസണൊക്കെ നോക്കിയിട്ട് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനും ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഫുൾ സപ്പോർട്ടിനും ഇനി നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ റിവ്യൂ ചെയ്ത് അതിൽ റീസ്ട്രക്ചറിങ് ചെയ്ത് ചേഞ്ചസ് ഒക്കെ വരുത്തി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഫുൾ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്യാപ്ഫൈഡ് ഫൈനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിൻ്റെ സൈഡിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അഡീഷണൽ സർവീസസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടേതായി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യാമെന്നൊന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള പോർട്ട്ഫോളിയോ സ്ട്രക്ചറിങ്ങുള്ള വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.